നമസ്കാരം, ചർച്ച അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. US സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ വത്തിക്കാനിലെത്തി ഫ്രാൻസിസ് പാപ്പയെ സന്ദർശിച്ചു. ഇന്നലെ നവംബർ 27-ന് നടന്ന കൂടിക്കാഴ്ചയിൽ മിഡിൽ ഈസ്റ്റിലും യുക്രൈനിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഘർഷങ്ങളെക്കുറിച്ചാണ് പ്രധാനമായും ചർച്ചകൾ നടന്നതെന്ന് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചു. 2021 ജൂണിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയുമായുള്ള തന്റെ മുൻ കൂടിക്കാഴ്ച ബ്ലിങ്കൻ അനുസ്മരിച്ചു. അടുത്തിടെ പ്രഖ്യാപിച്ച ഇസ്രായേൽ ലെബനാൻ വെടിനിർത്തലും റഷ്യയുടെ യുക്രൈൻ അധിനിവേശത്തിന്റെ മാനുഷിക ആഘാതങ്ങൾ പരിഹരിക്കാനുള്ള ശ്രമങ്ങളും ചർച്ചയിൽ പ്രധാന വിഷയങ്ങളായി. ഹമാസ് ഇസ്രായേൽ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ അക്രമത്തെ ന്യായീകരിക്കാൻ ബൈബിൾ ഉപയോഗിക്കുന്നതിനെതിരെ വടക്കൻ ആഫ്രിക്കയിലെ കത്തോലിക്ക ബിഷപ്പുമാർ. അക്രമത്തെ ന്യായീകരിക്കാൻ ഇരുവശത്തും ബൈബിൾ ഉപയോഗിക്കുന്നതിനെ ബിഷപ്പുമാർ അപലപിച്ചു. നിയമത്തിലും സമാധാനത്തിലും മാത്രം ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ജനതയുടെ മേലുള്ള കോളനി വൽക്കരണവും അധിനിവേശവും ന്യായീകരിക്കാൻ ഒരു സാഹചര്യത്തിലും ബൈബിൾ ഉപയോഗിക്കാനാവില്ല. ജനങ്ങളെയും അവരുടെ ഭരണകൂടത്തെയും വേർതിരിച്ചറിയേണ്ടത് ആവശ്യമാണെന്നും ആഫ്രിക്കൻ മെത്രാൻമാർ ചൂണ്ടിക്കാട്ടി. അടുത്തയാഴ്ച മുതൽ മാർപ്പാപ്പയുടെ പൊതുസദസ്സുകളിൽ 9ാമത്തെ ഔദ്യോഗിക ഭാഷയായി ചൈനീസ് ചേർക്കുമെന്ന് വെളിപ്പെടുത്തി വത്തിക്കാൻ. നവംബർ 27-ന് സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ പൊതുസദസ്സിനിടെയാണ് മാർപ്പാപ്പ ഇപ്രകാരം പറഞ്ഞത്. മാർപ്പാപ്പയുടെ പൊതുസദസ്സിന്റെ പ്രധാന ഭാഗങ്ങൾ, തിരുവെഴുത്തുകൾ, മാർപ്പാപ്പയുടെ പ്രസംഗത്തിന്റെ സംഗ്രഹങ്ങൾ, ആശംസകൾ എന്നിവ ഉൾപ്പെടെ 8 ഭാഷകളിൽ ഇതുവരെ വിവർത്തനം ചെയ്യുന്നുണ്ട്. ഇറ്റാലിയൻ, ഇംഗ്ലീഷ്, ഫ്രഞ്ച്, ജർമ്മൻ, സ്പാനിഷ്, പോർച്ചുഗീസ്, പോളിഷ്, അറബിക് എന്നീ ഭാഷകളിലാണ് നിലവിൽ വിവർത്തനം ഉള്ളത്. ഇതോടൊപ്പമാണ് ഇനി ചൈനീസ് ഭാഷയിലും വിവർത്തനം ചെയ്യുന്നത്. നൈജീരിയയിലെ ഏറ്റവും പ്രായം കൂടിയ കത്തോലിക്ക വൈദികൻ റവറൻ മോൺസിഞ്ഞോർ തോമസ് ഒലേഗ അന്തരിച്ചു. 104 വയസ്സായിരുന്നു. 7 പതിറ്റാണ്ടോളമാണ് അദ്ദേഹം വൈദികനായി സേവനം ചെയ്തത്. ഭൂമിയിൽ നന്നായി ജീവിച്ചതിനെ ദൈവത്തോടുള്ള നന്ദിയോടെയാണ് അദ്ദേഹം വിടവാങ്ങിയതെന്ന് ഓച്ചി രൂപത ബിഷപ്പ് ഗബ്രിയേൽ ഗിയാഗോമോ പറഞ്ഞു. അന്തരിച്ച കത്തോലിക്ക വൈദികന്റെ ജീവിതം വിശ്വാസം, വിനയം, ഭക്തി എന്നിവയുടെ സദ്ഗുണങ്ങളുടെ ഉജ്ജ്വലമായ സാക്ഷ്യമാണെന്നും ബിഷപ്പ് അനുസ്മരിച്ചു. 1920 ഫെബ്രുവരിയിൽ ജനിച്ച ഒലേഗ 1957 ഡിസംബറിലാണ് വൈദികനായി അഭിഷിക്തനായത്. യുദ്ധത്തിനിടയിൽ കഠിനമായ ശൈത്യകാലത്തെ അഭിമുഖീകരിക്കുന്ന ഉക്രൈനിലെ കുട്ടികൾക്കായി പ്രാർത്ഥിക്കാൻ അഭ്യർത്ഥിച്ച് ഫ്രാൻസിസ് പാപ്പ. കഴിഞ്ഞ ദിവസം നടന്ന പൊതുകൂടിക്കാഴ്ച വേളയിലാണ് തന്റെ ചുറ്റും കൂടിയ ഇറ്റലിയിലെ കുട്ടികളോടാണ് പാപ്പ ഈ അഭ്യർത്ഥന നടത്തിയത്. വളരെ കഠിനമായ ശൈത്യകാലത്ത് കഷ്ടപ്പെടുന്ന ഉക്രൈനിയൻ കുട്ടികളെയും യുവാക്കളെയും ഓർക്കാനും വളരെയധികം കഷ്ടപ്പെടുന്ന ഉക്രൈനിയൻ ജനതയെ നാം മറക്കരുതെന്നും, കൂടാതെ ആളുകൾ വളരെയധികം കഷ്ടപ്പെടുന്ന വിശുദ്ധ നാട്ടിലും പാലസ്തീനിലും ഇസ്രായേലിലും സമാധാനത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാമെന്നും പാപ്പ കൂട്ടിച്ചേർത്തു. ഇതോടെ ചർച്ച അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. നന്ദി.